മൂത്ത മോന് മെഞ്ഞാന്നാൾ നേരം വെളുക്കോളം ഉറങ്ങിയിട്ടില്ല. കുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നതല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണോ എന്താണെന്ന് അറിഞ്ഞില്ല, ഉറങ്ങിയിട്ടില്ല. പുതിയ കടപ്പുറത്തെ ബീപ്പാത്തുമ്മയുടേതുൾപ്പെടെ താനൂർ പരപ്പനങ്ങാടി തീരപ്രദേശങ്ങളിലെ 3 കുടുംബങ്ങളാണ് ഇറാനിലെ ജയിലിൽ കഴിയുന്ന തങ്ങളുടെ ഉറ്റവർക്കായി വേദനയോടെ കാത്തിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലെ ദമാമിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ 19 ഇന്ത്യക്കാരിലെ 3 മലയാളികൾ താനൂർ പുതിയ കടപ്പുറം കാസിം, ഒസാൻ കടപ്പുറത്തെ കുട്ട്യാമുൻ്റെ പുരക്കൽ കോയ, പരപ്പനങ്ങാടി സുൽത്താൻ ബീച്ചിൽ അബ്ദുള്ള കോയ എന്നിവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. ഇറാനിലെ ഏതോ ജയിലിലാണ് ഇവരുള്ളതെന്ന് മാത്രം അറിയാം. ഞങ്ങൾ ഇത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്നും പ്രവാസികാര്യ വകുപ്പ് മന്ത്രിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഇത് കൊടുത്തതിന് ഒരു ലെറ്റർ നമുക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ വേണ്ടമാതിരി ഞങ്ങൾ ഇടപെടുന്നുണ്ട്, ഇവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് 2-3 മാസമായി. പക്ഷേ യാതൊരു അതുകൊണ്ടുള്ള ഒരു പ്രതിഫലം കിട്ടിയതായി നമുക്ക് മനസ്സിലാകുന്നില്ല. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയെല്ലാം വിവരം ധരിപ്പിച്ചു. പക്ഷേ എംബസി തലത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 6 മാസത്തെ തടവും ഒരാൾക്ക് 22,000 റിയാൽ പിഴയുമാണ് ശിക്ഷയെന്ന് ബോട്ടിലെ തമിഴ്നാട് സ്വദേശികൾ പറഞ്ഞതായി അറിയുന്നു. അങ്ങനെയെങ്കിൽ ശിക്ഷാ കാലാവധി ഇന്ന് തീരേണ്ടതാണ്. പക്ഷേ ഏകദേശം 3.5 ലക്ഷം രൂപയോളം വരുന്ന പിഴ സംഖ്യ എങ്ങനെ അടയ്ക്കുമെന്ന കാര്യത്തിൽ നിത്യജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഈ കുടുംബങ്ങൾക്ക് ഉത്തരമില്ല. ക്യാമറാമാൻ CR രജിത്തിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1, മലപ്പുറം.